you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. നീ എന്താണ് ഈ അന്തവിട്ട പെരിച്ചാരിയെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നേരെ വെളുത്തില്ലേ നിനക്കിതുവരെ? നീ എന്താ ഈ ആലോചിക്കുന്നത്? എന്താണ് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? എന്ത് കള്ളലക്ഷണം? നിനക്ക് തോന്നിയതാ? നീ ഓടാ കള്ളലക്ഷണം പോലും. അല്ലെങ്കിൽ നല്ല ലക്ഷണം കാണിക്കാൻ സമയമല്ല. ഓ ആണല്ലേ? അപ്പോൾ പിന്നെ മോൻ എന്താ ഈ ചിന്താവിഷ്ടയായ സീതയെന്ന് പറയാൻ പറ്റില്ലല്ലോ, രാമനെ പോലെ ഇത്ര നേരം ഇവിടെ ആലോചിച്ചുകൊണ്ടിരുന്നത്? എന്താണാവോ അതിൻ്റെ അർത്ഥം? എന്താണെന്ന് എത്തി പറഞ്ഞു തരാവോ? നീ ഏതായാലും ഇത്രയും നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. നീ എന്നിങ്ങനെ നിർബന്ധിക്കല്ലേ, നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ പറയാം. അയ്യോ കഷ്ടം, ആര് നിർബന്ധിച്ച്? വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ നീ പറയണ്ട. അല്ല പോലെ പറയാം. അളിയാ അബി, നീ എന്നെ ആലോചിച്ച് നോക്ക്. നീ പറഞ്ഞ കാര്യമാണ് ഞാനും ചിന്തിച്ചേ. അന്നവൻ എന്നെ പിടിച്ചങ്ങനെ സോഫയിലൊക്കെ ഇട്ടെന്ന് പറയുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ റീവൈൻഡ് ആലോചിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, അവൻ ഇനി ശരിക്കും എനിക്കുള്ളതുപോലെ എന്തെങ്കിലും എന്നോട് കാണുമോ? തോന്നി. എൻ്റെ പൊന്നുമോനെ കാശിനാഥേ, നിന്നെ ഞാൻ ഇന്നൊന്നിലും കാണാൻ തുടങ്ങിയല്ലോ. നീ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയത് അവൻ്റെ കാര്യമായിരിക്കുമെന്ന്. അവൻ നിന്നെ വെല്ലും വിളിച്ചിട്ടാണ് പോയിരിക്കുന്നത്, നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന്. അല്ല, ഇന്നലെ രാത്രി ഞാനിവിടെ വന്നപ്പോൾ നീ എന്നോട് എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ. അവ അങ്ങനെയാ ഇങ്ങനെയാ, അവൻ്റെ സ്വഭാവം വേറെയാ, സൂക്ഷിക്കണം, മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ. എല്ലാം എന്താ ഒലിച്ചു പോയോ? ഇപ്പം എന്താ മോനെ അവൻ്റെ പ്രണയത്തെക്കുറിച്ച് ആലോചിച്ചോട്ടെ? അല്ല, അവന് നിന്നോടുള്ള പ്രണയം സീരിയസ് ആണോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് നിന്നോട് പ്രണയം ഉണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ട കാര്യം. അല്ല, ഇന്നലെ കുറേ വലിയ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. എടാ ശരിയാ, ഞാൻ പറഞ്ഞേക്കെ ശരിയാ, അല്ലാന്നല്ല. എടാ ഇപ്പം എനിക്ക് അവനോട് എന്താന്നുള്ള കാര്യം അവനറിയത്തില്ല. പിന്നെ പോരാണ്ട് എനിക്ക് അവനോട് തുടങ്ങിയ പ്രണയം ഇന്നും ഇന്നലെ ഉള്ളതുമല്ല. എനിക്കവൻ എൻ്റെ ജീവനാ. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഇനി എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും മാറാൻ പോകുന്നില്ല. പക്ഷെ അവൻ എന്നോട് അങ്ങനെയല്ലല്ലോ, തീരാത്ത ശത്രുതയാണ്. സോ അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോൾ ഒരു ശത്രുവിനെ മറ്റൊരു ശത്രു എന്തും ചെയ്യാൻ മടിക്കില്ല. പ്രത്യേകിച്ച് അത് ലൂക്കയാണെങ്കിൽ അവൻ എന്ത് വേണോ ചെയ്യും, എന്ത് ചെറ്റത്തരം വേണോ ചെയ്യും. അതുകൊണ്ട് തന്നെ അവൻ എന്നെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഞാനുമായിട്ട് അടുപ്പമുള്ളതും ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും നിനക്കല്ലേ. അപ്പം നിൻ്റെ അടുത്തല്ലേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അവനോട് എനിക്കുള്ള പ്രണയം ഇല്ലാണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് അവനോടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രണയമല്ലേടാ. ഓവേ ഞാനൊന്നും പറയുന്നില്ല. പ്രണയിച്ച് അറ്റ് ലാസ്റ്റ് വില്ലൻ ലൂക്കാരെ നിന്ന് അടി കൂട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പോയി ഇവിടെ വല്ല ഞണ്ണാൻ കിട്ടുമോ നോക്കിട്ടോട്ടെ. ശരി, എന്നാ നീ ഇവിടെ നിന്ന് പ്രേമിച്ചോ, ഒറ്റയ്ക്ക് നിന്ന് പ്രേമിച്ചോ. പ്രേമോ? ആരോടായിരിക്കും? മുഴുവനും കേൾക്കാനും പറ്റിയില്ല, അതിനുമ്പേ നിർത്തിക്കളഞ്ഞല്ലോ. താൻ എന്താണ് ഞങ്ങളുടെ റൂമിൽ ഫ്രണ്ട് കിടന്ന് കറങ്ങുന്നേ? എന്താണ് തൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം? എന്താടോ? പെട്ടു. അതുന കുഞ്ഞമ്മ അല്ല മറ്റേ കുഞ്ഞമ്മ? തൻ്റെ കുഞ്ഞമ്മ പെറ്റോ? അല്ല, താൻ എന്തിനാണ് ഇങ്ങനെ പരിങ്ങുന്നേ? എന്താ താൻ തൻ്റെ കാമുകയാണോ കണ്ടേ? എന്തോ കള്ളത്തരുണ്ടല്ലോ. താൻ ഒളിഞ്ഞിന്ന് കേൾക്കാറില്ലായിരുന്നോ? ഒളിഞ്ഞിന്നൊക്കെ ഞാൻ ഒളിഞ്ഞു കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ പിന്നെ ഇതുവഴി പോയപ്പോ ഇങ്ങോട്ട് വന്നപ്പം, അല്ല ഞാൻ എൻ്റെ വീട്ടിൽ പല സ്ഥലത്തും പോയി നിൽക്കും. ചിലപ്പം ഇവിടെ നിൽക്കും, ചിലപ്പം വേറെ ആരെങ്കിലും ഡോറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കും. നിനക്കെന്താ? ശരിയാണല്ലോ, പറയും പോലെ ഇത് ഇയാളുടെ വീടല്ലേ. എനിക്കെന്താ? എനിക്കൊന്നുമില്ല. അല്ല, തന്നോട് ഞാൻ എന്തിനും ഇവിടെ നിൽക്കുന്നതെന്നല്ലേ ചോദിച്ചോളൂ പറയും പോലെ. അപ്പൊ താനെന്തിനെങ്കിലും നിന്ന് പരിങ്ങുന്നേ? അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചേ. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കണമെന്ന് വെച്ച് ചോദിച്ചെന്നല്ലോ. എന്നിട്ട് അതിന് അതിൻ്റെതായ ഒരു ന്യായോ. എൻ്റെ വീട്ടിൻ്റെ എവിടെ പോയി നിൽക്കും? താൻ എവിടെയെങ്കിലും പോയി നിൽക്കടോ. ഇവിടെ വന്ന് തായിലെ കള്ളന്മാരെ പോലെ ഒന്ന് പരിങ്ങുന്നുണ്ടോ ഞാൻ ചോദിച്ചത്. തനിക്ക് എന്തോ ഉണ്ട്. എനിക്കെന്തുണ്ടെന്ന്? എനിക്കൊന്നുമില്ല, നീ പോയടാ. ഞാനിതെന്താ കാണിക്കുന്നേ? ലൂക്ക് എന്നോട് എന്താ പറഞ്ഞേ? ഏട്ടാ ലൂയിസേ, അതുപിന്നെ ഞാനിങ്ങോട്ട് വന്നത് അപ്പോഴാ നീയും അവനും സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പുറത്ത് തന്നെ നിന്ന് ഞാൻ നിന്നെ കണ്ട ഒരു കാര്യം പറയാനാ വന്നേ. എന്നോട് തനിക്കെന്ത് കാര്യം പറയാനുള്ള? എന്തായാലും പറ അങ്ങോട്ട് പെട്ടെന്ന്. എനിക്കിവിടെ നിന്ന് വല്ലതും തിന്നാൻ കിട്ടുമെന്ന് അറിയണം. പെട്ടെന്ന് പറ. അയ്യോ, നീ ഒന്നും കഴിച്ചില്ലേ?
അതെന്താ നീ കഴിക്കാത്ത? നീ വാ, ഞാനും കൂടെ വരാം നിന്റെ അടുത്ത് കിച്ചണില്. എന്നിട്ട് ഞാൻ തന്നെ നിനക്ക് ഫുഡ് കൊടുത്തു തരാം. വാ. അയ്യോ, എന്തൊരു നിഷ്കളങ്കത. ഇതൊന്നും എൻ്റെ അടുത്തല്ലല്ലോ മോനെ ലൂയിസെ കാണിക്കേണ്ടത്. നീ വല്ല ജിത്തു ജോസഫിൻ്റെ അടുത്തോ സത്യനന്ദിക്കാടിൻ്റെ അടുത്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ല സിനിമയിലെങ്കിലും ചാൻസ് കിട്ടും. എൻ്റെ അടുത്ത് കാണിച്ചിട്ട് നോ എഫക്റ്റ്, ഒരു ഉപയോഗമില്ല. ഒരു ജോലിയില്ലാതെ കുത്തോളം എടുത്ത് കിടക്കുന്ന എൻ്റെ മുമ്പ് നീ അഭിനയിച്ചിട്ട് കാര്യമില്ല. അല്ല, എന്താണാവോ എൻ്റെ മോന് കാര്യസാധ്യം സാധിക്കാനുള്ളത്? അല്ല, ഇത്രയും വലിയ സ്നേഹം എൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് ചോദിച്ചതാ. എന്നെ നീ കുറച്ച് മുമ്പ് എന്തൊക്കെയാ പറഞ്ഞത്? അല്ല, കുറച്ച് മുമ്പല്ല, 2 ദിവസം എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണാവോ നിന്റെ പ്രശ്നം? ഞാൻ അഭിനയിച്ചൊന്നുമല്ല. പിന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞതിനൊക്കെ സോറി പറയാനാ ഞാൻ വന്നത്. എടോ, സത്യത്തിലും ഐ എം റിയലി സോറി. ലൂക്കയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചപ്പോ ലൂക്ക പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ കുറച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവൻ എന്നെ. പിന്നെ എനിക്ക് അമ്മയുടെ ഭാഗത്ത് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ അമ്മ കാണിച്ചതിനൊരു തെറ്റുമില്ല. പിന്നെ അതിന്റെ ദേഷ്യത്തിലാണ് ഞാൻ തന്നോടൊക്കെ അങ്ങനെ പെരുമാറിയത്. റിയലി സോറി. ഇതെനിക്ക് ഇനി കാശിരിട്ടും പറയണം. ഏതായാലും ഞാനും താനുമായിട്ടാണല്ലോ തുടക്കമേ അടി. അതുകൊണ്ട് തന്നോട് ഞാൻ ആദ്യം പറയാന്ന് വിചാരിച്ചു. അതോ തന്നോട് പറഞ്ഞേ. പിന്നെ ഫുഡ് എടുത്ത് തരട്ടേന്ന് ചോദിച്ചാൽ എന്റെ അഭിനയമല്ല. ഫുഡ് ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്നതിനെന്താ? ശത്രു ആയാലും മിത്രമായാലും കൊടുക്കും. പിന്നെ താൻ ഇനി എന്റെ ശത്രുവല്ല. പോരാനിട്ട് എനിക്ക് തന്റെ അടുത്ത് യാതൊരു ദേഷ്യമില്ല. അപ്പൊ തനിക്ക് എന്നെ വിശ്വാസമല്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് തന്നോട് യാതൊരു പ്രോബ്ലം ഇല്ല ഇനി തൊട്ട്. കേട്ടോ, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓ വാവ്, വണ്ടർഫുൾ. നിനക്ക് ബാഹുബലിയിൽ പ്രഭാസിന് വരുമ്പോൾ കൂടെയായിരുന്നാടാ ലൂയിസെ. എന്ത് പ്രകടനമാണ് നീ കാഴ്ചവെക്കുന്നത്. പിന്നെ നീ ഇത് കാണിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് നന്നായിട്ട് സുഖിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സാ ഏതോ വകയിൽ? ഈ ഫ്രണ്ട്സൊക്കെ ആക്കാനാണെങ്കിൽ ഞാനൊരു 110 തവണ ആലോചിക്കും. നോക്കട്ടെ നീ പറഞ്ഞതൊക്കെ നിന്റെ പ്രവൃത്തിയിലും കാണുന്നുണ്ടോന്ന്. പിന്നെ നീ പറഞ്ഞ സോറി ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാനും തിരിച്ച് സോറി പറയുന്നു. ഞാനും നിന്നെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ പറഞ്ഞ സോറി ആത്മാർത്ഥമായിട്ടല്ലെങ്കിൽ ഞാനും നിനക്ക് സോറിയും തരില്ല, ക്ഷമിക്കത്തുമില്ല. സോ ഇമാതിരിയുള്ള പ്രകടനമായിട്ട് എൻ്റെ മുമ്പ് വരണ്ട. ഏക്കത്തില്ല. ഞാൻ പോയി താനെ കിച്ചണിൽ പോയി ഫുഡ് എടുത്ത് കഴിച്ചോളാം. നീ വന്ന് എനിക്ക് വിളമ്പി തരണ്ട കേട്ടോടാ കാട്ടുപൂച്ച. കാട്ടുപൂച്ച നിന്റെ തന്തടാ പട്ടി. അല്ല, താനിപ്പോ വല്ലതും പറഞ്ഞായിരുന്നോ? ഞാൻ എന്തോ കേട്ടവരെ തോന്നി. ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ഞാനിങ്ങനെ മനസ്സിൽ പറയായിരുന്നു ഈ കാട്ടുപൂച്ച എന്നുള്ള വിളി കൊള്ളാന്ന്. നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ ഇനി എന്നെ അങ്ങനെ തന്നെ വിളിച്ചാ മതി എന്ന് പറയായിരുന്നു. പക്ഷെ നീ കേട്ടത് വേറെ വല്ലതും ആയിരിക്കും. അതെന്റെ കുറ്റമല്ലല്ലോ. ഓ ആണോ? ഇനി തൻ്റെ സമ്മതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ വിളിക്കും. ആ മതി മതി, നിനക്കിഷ്ടമുള്ള എന്നെ വിളിച്ചാൽ മതി. ഞാനൊന്നും പറയില്ല. എന്നാ നീ പോയി കഴിച്ചോ. കഴിച്ചിട്ട് നമുക്ക് പിന്നോട് കാണാം. ശരി എന്നാ. അതെ, എനിക്ക് കഴിക്കാൻ തൻ്റെ അനുവാദമൊന്നും വേണ്ട. എനിക്ക് പോയി കഴിക്കറിയാം. പിന്നെ പിന്നോട് കാണാം. ഇമാതിരി കോലോടത്തെ വേലയും കൊണ്ടാണ് താ വരുന്നെങ്കിൽ എൻ്റെ അടുത്ത് കാണണമെന്നില്ല കേട്ടാ. ഓരോ അഭിനയവും നാടകവും പഠിച്ച് കുറേ ഡയലോഗും കാണാപ്പാടം പഠിച്ചിട്ട് വന്നോളൂ. ഇത് അനിയൻ്റെ വകയായിരിക്കും അല്ലേ ഡയലോഗൊക്കെ? കുന്ത്രാട്ടം. മയിര് അവനും അവന്റെ ഒരു കൂത്താട്ടത്തെ ബുദ്ധിയും. എങ്ങനെയാണാവോ ഈ പേത്തല പിടിച്ചാലും ഞാൻ പ്രേമിക്കുന്നത്. ഇപ്പം ഇതെവിടെ നോക്കിയാലും ഇതാണല്ലോ പ്രേമം പ്രേമം പ്രേമം. എന്തായിരിക്കും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടൊരു ഫീലിങ്സിനെ എന്തിനാ കർത്താവ് സൃഷ്ടിച്ചത്? വേറെന്തിന്? അത് അനുഭവിച്ചറിയാം. സോറി, പറഞ്ഞതിനുള്ള റിപ്ലൈ ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് തെറ്റൊന്നുമല്ലല്ലോ അല്ലേ? നോ അല്ല. സാറ് എപ്പോഴും പ്രണയിച്ചിട്ടുണ്ടോ? സാറ് അങ്ങനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ പ്രണയത്തെ പറ്റി പറ. ആളിപ്പോൾ സാറിൻ്റെ കൂടെ ഉണ്ടോ അതോ സാറിനെ വിട്ട് പോയോ? എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ സാറ് ഹാപ്പിയാണോ? എൻ്റെ പൊന്നോ, നീ ഇല്ല ചരക്ക് വേണ്ടി ചരക്കിറക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയാനാടാ? അല്ല, ഞാൻ കേട്ട ലൂക്ക ഇങ്ങനെയൊന്നും അല്ലല്ലോ. സിംഹക്കുട്ടിയാണ്, സിംഹത്തിന് കൈയും കാലും കൊമ്പ് വെച്ചൊരു സാധനമാണ് എന്നൊക്കെയാണ് ഞാൻ പുറത്ത് കേട്ടത്. അല്ല, എന്താണ് മോൻ രാവിലെ തന്നെ പ്രണയത്തിന്റെ കാര്യമൊക്കെ? അതും അഡ്വക്കേറ്റിനോട് എന്നെ ചോദിക്കണമെങ്കിൽ എന്തോ മണക്കുന്നുണ്ടല്ലോ. പ്രേമം അസ്ഥിക്ക് പിടിച്ച? നോവേ, അസ്ഥിയിലും ഞരമ്പിലൊന്നും പിടിച്ചിട്ടില്ല. എന്തോ ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു, അത്രേ ഉള്ളൂ.
ആ അങ്ങനെ. എന്തായാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് പ്രണയം. എടാ, ഒരു പ്രണയമൊക്കെ തോന്നാൻ പ്രത്യേകിച്ച് റീസൺ വേണം. എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട് പ്രണയം. എൻ്റെ കോളേജ് ടൈമിൽ തുടങ്ങിയതാ. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ അയാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഗുഡൻസ് എന്താന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പ്രണയിക്കുന്ന കാര്യം അയാൾക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ അയാളെ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ പറയാൻ തോന്നിയില്ല. അപ്പൊ നീ ചോദിക്കും, എന്താ പറയാനുള്ള ധൈര്യല്ലേ സാറിന്? നീ അതേ ചോദിക്കൂ. ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ആ വ്യക്തിയും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പോയി പറഞ്ഞ് നാളെ കിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാ. പിന്നെ എന്തോ ഈ വൺ സൈഡായിട്ട് പ്രണയിക്കുന്നതിൻ്റെ അത്രയും സുഖം രണ്ടുപേരും അറിഞ്ഞ് പ്രണയിക്കുമ്പോൾ കിട്ടത്തില്ലെന്നാ ഞാൻ ഈ 5-6 വർഷം കൊണ്ട് മനസ്സിലാക്കിയ കാര്യം. 5-6 കേട്ടോ, 10 വർഷം അടുപ്പിച്ചായി ഈ പ്രണയവും മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അതൊരു വല്ലാത്ത ഫീലിങ്സ് അല്ലൂക്ക. അത് അനുഭവിച്ചതിനെ അതെന്താന്ന് അറിയത്തുള്ളൂ. അപ്പോൾ സാറിന് അതൊരിക്കലും അയാളോട് തുറന്നു പറയത്തില്ലേ? അങ്ങനെ ചോദിച്ചാ, പണ്ട് ഞാൻ അയാളുടെ പേഴ്സണാലിറ്റി ഒക്കെ കണ്ടിട്ടാണ് അയാളോട് എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷെ ആ വ്യക്തിക്ക് എന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും പറയൂന്ന് ചോദിച്ചാ ഉണ്ടോ എനിക്കറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നാളെ എന്താ നടക്കുക, നാളെ എന്താ സംഭവിക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. വല്ല ജോത്സ്യനോ അല്ലെങ്കിൽ വല്ല ഈ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പ്രവചിക്കുകയെങ്കിലും ചെയ്യാം. നാളെ അങ്ങനെ നടക്കും, നാളെ ഇങ്ങനെ നടക്കും. നമുക്കിതിനൊന്നിനും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു 1% ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പറയും. അതിനൊരു മാറ്റമില്ല. ഇല്ലെങ്കിൽ ഇതവിടെ തന്നെ അങ്ങ് ഇരിക്കൂടോ മനസ്സിൽ. മനുഷ്യനല്ലേടോ, മനുഷ്യനെ മറക്കാനും പൊറുക്കാനും എല്ലാത്തിനും പഠിപ്പിച്ചല്ലേ ദൈവം ഇങ്ങോട്ട് ക്ഷമയും തന്നല്ലേ വിട്ടയക്കുന്നത്. സോ പറ്റും. ഞാൻ തന്നോട് ചോദിക്കാൻ വന്ന കാര്യം വിട്ടുപോയി. ഇതൊന്നുമല്ല, സംസാരിച്ച് കാട് കയറിപ്പോയി. അല്ല, ഈ കാശിനാഥും ലൂക്കയും ഒരുമിച്ചാണോ പഠിച്ചത്? ആ അതെ, ഞങ്ങള് കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ട് ഒരുമിച്ചായിരുന്നു. പിന്നെ ടൂറൊക്കെ പോയിട്ട് വന്നപ്പോൾ ഫൈനൽ എക്സാമിന് മുന്നേ തന്നെ അവനെ പെട്ടെന്ന് കാണാതായി. എങ്ങോട്ടാ പോയെന്നൊന്നും അറിയില്ല. എന്താ ഇപ്പോൾ സാർ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല. നിങ്ങളുടെ അപ്പൻ സ്റ്റീഫൻ സാറ് അപ്പീല് തന്ന ടൈമില് ഈ കാശിനാഥിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തന്നായിരുന്നു. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ ടൈമിൽ അറിഞ്ഞത് ഫൈനൽ എക്സാം എഴുതാൻ പറ്റിയില്ലെന്നും, പിന്നെ ആ കോളേജിൽ പോയി അന്വേഷിച്ചപ്പോൾ കാശിനാഥിൻ്റെ അതേ ക്ലാസ്സിലായിരുന്നു ലൂക്ക സ്റ്റീഫൻ തൈപ്പറമ്പിൽ പഠിച്ചതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം അറിയായിരിക്കുമല്ലോ, അത് ചോദിച്ചതേ ഉള്ളൂ. ലാസ്റ്റ് എക്സാം എഴുതാൻ പറ്റിയില്ലല്ലേ അവന്? അത് ഞാൻ തിരക്കിയായിരുന്നു. അവൻ്റെ പേരൻസ് എന്തോ ആക്സിഡൻറ്റിൽ എന്തോ മരിച്ചുപോയി എല്ലാവരും. അവൻ്റെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവൻ്റെ സിസ്റ്റർ ഏതൊരു ഓഫനേജിലാണ്. ലൂക്കയ്ക്ക് ഇതൊന്നും അറിയില്ലേ? നോ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. പോരാണ്ട് ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും അത്ര നല്ല യോഗ്യത്തിലല്ല, ലൈക്ക് എനിമീസാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവനോട് സംസാരിക്കാറുമില്ല. ഓക്കെ ഫൈൻ, എനിക്ക് അതറിയത്തില്ലായിരുന്നു. ബൈ ദ വേ താങ്ക് യു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഈ എങ്ങാനും തനിക്ക് പ്രണയിക്കാനോ മറ്റോ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ, പരിപാടിക്ക് നിൽക്കുകയാണെങ്കിൽ, ഈ തൻ്റെ ചൂടൻ സ്വഭാവവും ഈ തൻ്റെ അപ്പൻ്റെ ക്യാരക്ടറും ആ പ്രണയിക്കുന്ന ആളോട് കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാര്യം വേറൊന്നുമല്ല, ഈ നമ്മൾ പ്രണയിക്കുന്നവർക്ക് പെട്ടെന്ന് ഹേർട്ടാവും. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ നമ്മളറിയാതെ നമ്മളെ പ്രണയിക്കുന്ന ഒരുപാട് പേരാണ്. അവരോട് നമ്മളൊന്ന് ചെറുതായിട്ട് ദേഷ്യപ്പെട്ടാൽ മതി, ഇല്ലെങ്കിൽ നമ്മളൊന്ന് അവരെ മൈൻഡ് ചെയ്യാതെ പോയാൽ മതി. അവർക്ക് ഒരുപാട് വേദനിക്കും.
ആ കാര്യങ്ങളൊക്കെ. അപ്പോ എല്ലാരോടും ഒന്ന് സമാധാനത്തിലും മയത്തിലൊക്കെ പെരുമാറാൻ പഠിക്കും. ചുമ്മാ പറഞ്ഞതാണേ. ഇനി അഡ്വക്കേറ്റ് കയറി നിന്നെ ഭരിക്കാൻ വന്നെന്ന് നീ പറഞ്ഞേക്കില്ലേ? ഇല്ല, ഞാനങ്ങനൊന്നും പറയത്തില്ല. അല്ല, ഇമ്മാനുവൽ സാറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അറിവാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എങ്ങാനും ഞാൻ പ്രണയിക്കുവാണെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക? അതിപ്പോ എനിക്കാണെങ്കിൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയായിരിക്കും അത്. കാരണം 10 വർഷത്തെ എൻ്റെ പ്രണയമാണ്. നീ പ്രണയിക്കുന്ന ആളെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിനക്കും അതേ ഫീലിങ്സ് ആയിരിക്കും. പിന്നെ പലർക്ക് പല രീതിയിലാണ്. പിന്നെ എൻ്റെതായിട്ടൊരു തോട്ട് പറയുകയാണെങ്കിൽ, എടോ, പ്രണയിച്ച് പരാജയപ്പെട്ടവരില്ലേ, അവരെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. അവരെക്കാള് മനോഹരമായി നമ്മളെ സ്നേഹിക്കാൻ വേറെ ആർക്കും പറ്റില്ലല്ലോ, വേറെ ആർക്കും. കാരണം ഒരിക്കൽ പരാജയപ്പെട്ടുകൊണ്ട് അതിന്റെ വീര്യവും അതിന്റെ രുചിയും അതിന്റെ കൈപ്പേറിയ ഭാഗങ്ങളും എല്ലാം അവർക്ക് അറിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും സൂക്ഷിച്ച് വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഫ്രീ അഡ്വൈസ് ആണേ. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ഈ സർവീസിനുള്ള ഫീസ് തരൂലേ, അപ്പൊ നിന്റെ അപ്പനോട് പറഞ്ഞാൽ മതി, ഒരു 10 രൂപ കൂട്ടിത്തരാം. അപ്പോ ശരിയെന്നാ, ബൈ. സത്യത്തില് ഇപ്പം എൻ്റെ മുമ്പിൽ 2 ക്വസ്റ്റ്യനാണുള്ളത്. സത്യത്തിൽ പ്രണയം ഡിഫിക്കൽട്ടാണോ അതോ ബ്യൂട്ടിഫുൾ ആണോ? നീ എന്തിനാ ലൂക്ക ഇപ്പം ഈ പ്രണയത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നേ? ആഹാ, ഇവിടുത്തെ ജീവിതം നന്നായിട്ടങ്ങ് ഇഷ്ടപ്പെടാൻ തോന്നല്ലോ എൻ്റെ പൊന്നാര അനിയന്. ഒരു പൈസ ചെലവുമില്ല, ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷൻ. ആഹാ, എന്തോ ഒരു ലൈഫ്. അധ്വാനിക്കണ്ട, കൂട്ടുകാരന്റെ പേരിന് ഓസിന് തിന്നും കൊണ്ട് ജീവിക്കാം. നീ എന്നാടാ ഇത് നന്നാവുന്നേ? നീ എന്നെ മനഃപൂർവ്വം ചൊറിയാനാണോ വന്നേക്കുന്നത്? എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടെന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞ കാര്യമാണ്. കൂട്ടുകാരൻ്റെ ഓസിന് തിന്നോണ്ട് തന്നെ ഞാൻ കിടക്കുന്നത്. അതിന് എനിക്കൊരു നാണക്കേടില്ല. പിന്നെ നീ നാണക്കേട് ഉണ്ടാക്കാനായിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട, എനിക്ക് ഉണ്ടാവാനും പോകുന്നില്ല. ഞാനിവിടെ ജോലിക്കാണ് കയറി, അല്ലാണ്ട് ഫ്രീ ആയിട്ട് തിന്നും കുടിച്ചും കിടക്കുമല്ല. എനിക്കുള്ള ജോലി എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ചെയ്യാനും അറിയാം. അത് കിട്ടുന്നവരോടെ നിൽക്കാനായിട്ട് ഇവിടുത്തെ ആളെ എന്നെ പറഞ്ഞേ, അല്ലാതെ ഇന്നലെ കയറി വന്നാൽ നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ശരിയാ, അവരങ്ങനെയല്ലേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലൊരുത്തന് തരാനായിട്ട് പറ്റിയ ജോലി വല്ല ഇവിടെ കാണണ്ടേ? പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛന് പറ്റിയ ഒരേ ഒരു തെറ്റാ നീ. ഓഹോ, അയാൾക്ക് പറ്റിയ ഒരേ ഒരു തെറ്റാണല്ലേ അപ്പം ഞാൻ? അപ്പം നീയോ അയാൾക്ക് പറ്റിയ വലിയ വിജയമാണോ? നീ ജൂനിയർ ഹോമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു തെറ്റും ചെയ്തില്ല എന്നും പറഞ്ഞ് കുറേ കള്ള സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി പഠിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ നിനക്ക് പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല കേട്ടോ. നീ വിശ്വസിക്കണ്ട, ഞാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തന്നെയാ ഇവിടം വരെ എത്തിയത്. എനിക്ക് നിന്നോട് വഴക്കൂടാൻ താല്പര്യമില്ല. ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. എപ്പോഴാ എവിടെന്നാ ഈ വീട്ടിൽ നിന്ന് പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ നടക്കണം. ഒരു പണി വാങ്ങിച്ചു കൂട്ടിയിട്ട് എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. അത് പറയാനാ ഞാൻ വന്നത് കേട്ടോ. ഓഹോ, എൻ്റെ പൊന്നുമോനെ ഞാൻ വിളിക്കുന്നുമില്ല എന്നെ രക്ഷിക്കാനായിട്ടുള്ള രക്ഷകനായിട്ട് കേട്ടോ. അതിന് മോൻ ബുദ്ധിമുട്ടണമെന്നുമില്ല. എന്നെ കാര്യം നോക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. അതാരില്ലെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ കാര്യം ഞാൻ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് നീ കയറി വരണമെന്നുമില്ല. പണി വരുന്നുണ്ടെങ്കിൽ ആ പണി ഫേസ് ചെയ്യാനും എനിക്കറിയാം. ആണോ? ഓക്കെ, ഫേസ് ചെയ്തോ. പക്ഷേ എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛനോടൊത്തൊരു വാക്കുണ്ട്.
നിന്നെ ഞാൻ നോക്കിക്കോളാം. അത് ഓർത്തിട്ട് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എന്തോ കാണിച്ചു കൂട്ടും. ആ, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തായിരുന്നു, ജീവിതത്തിൽ മരിക്കാൻ കിടന്നാൽ പോലും നിൻ്റെ മുമ്പിൽ വരെയും ചെയ്യരുത്, കൈ നീട്ടുകയും ചെയ്യരുതെന്ന്. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചാവാൻ കിടന്നാൽ പോലും നിൻ്റെ മുമ്പ് വന്ന് ഞാൻ കേണം അപേക്ഷിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എൻ്റെ അടുത്ത് വരണമെന്നില്ല, എന്നെ സഹായിക്കണമെന്നില്ല. പോവാൻ നോക്കാം എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നിനക്കെങ്ങനെ മനസ്സിലായി നിനക്ക് അവനോട് ഇഷ്ടമുണ്ടെന്ന്? അല്ലെങ്കിൽ നീ ഒരു ഗേ ആണെന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചേ? ഓ, എന്റെ പീറ്റർ ചായ, അതെനിക്ക് മുന്നേ അറിയായിരുന്നു ഞാൻ ഗേ ആണെന്ന്. എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഗേൾസിനോട് യാതൊരു അട്രാക്ഷനും ഇല്ലായിരുന്നു. കൂടെയുള്ള ചെക്കന്മാരൊക്കെ ലൈൻ അടിച്ച് നടക്കുമ്പോൾ ഞാനും ആരെങ്കിലും ലൈൻ അടിക്കാന്ന് പറഞ്ഞ് നോക്കിയാലോ അവരുമായിട്ട് അടുക്കാൻ ശ്രമിച്ചാലോ എനിക്ക് യാതൊരു താല്പര്യവും തോന്നില്ല. ആ ടൈമിലാ ഈ പുള്ളിക്കാരൻ വന്ന്, ഞാൻ പ്ലസ് 1 പഠിക്കുന്ന ടൈമിൽ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അന്ന് ഈ പുള്ളിക്കാരൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കും അയാളോട് ഫീലിങ്സ് തോന്നുന്നുണ്ട്. കുറേ നാൾ പറയണമെന്നു അയാൾ ഗേയാന്നൊക്കെ എനിക്ക് എന്നോട് പറഞ്ഞു. അതിന് മുമ്പേ ഞാൻ ഗേയാന്ന് എനിക്ക് അറിയാം. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനോട് എന്തോ ഫീലിങ്സ് തോന്നി, ഞാനും തിരിച്ചു പറഞ്ഞു. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു പ്ലസ് 1 പ്ലസ് 2 ഡിഗ്രി ഫസ്റ്റ് ഇയർ 3 വർഷമായിട്ട് മുടിഞ്ഞ പ്രേമത്തില്ല. ഓ, അപ്പം ചുരുക്കത്തിൽ പറഞ്ഞ നീ രക്ഷപ്പെട്ടു എന്നർത്ഥം. ആണെങ്കിൽ ആണ്, നിന്നെ സ്നേഹിക്കാനും നിനക്ക് തിരിച്ച് സ്നേഹിക്കാനും ഒരാളെ കിട്ടിയില്ലടാ. അതന്നെ എന്ത് വലിയ ഹാപ്പിനെസ്സാ. അതെന്താ വീട്ടിൽ ചായ അങ്ങനെ ഒരു ടോക്ക്? ഇച്ചായൻ വിചാരിച്ചാലും ഇച്ചായനും കിട്ടും. ഇച്ചായനെ എന്നെ അവ സ്നേഹിക്കും പോലെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് ഇച്ചായൻ. കണ്ടോ, ഇച്ചായനും ഒരു ലൈൻ സെറ്റാവും. അപ്പോൾ ഇച്ചായന് മനസ്സിലാവും ഞാൻ ഈ കാണിക്കുന്ന വെവളിത്തരത്തിൻ്റെയും ഈ കിടന്ന് കാണിക്കുന്ന ബ്ലഷ് അടിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന്. അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ കേട്ടാ. പിന്നെ നമുക്കങ്ങനെ ആരോടെങ്കിലും ഇച്ചിരിയെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റോ ഫീലിങ്സോ തോന്നിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോയി പറയണം. പറയാതിരുന്നാൽ അവർ കൈവിട്ട് പോകുന്ന ഞാൻ പഠിച്ചത്. പിന്നെ പുള്ളിക്കാരനും എന്നോട് എപ്പോഴും പറയും, തുറന്നു പറയാത്ത പ്രണയങ്ങളൊക്കെ എന്ന് നഷ്ടപ്രണയങ്ങളായിരിക്കുന്നു. പലർക്കും പ്രണയത്തിനെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ അത് തീരാ നഷ്ടം തന്നെയാണ്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പോയി പറയാൻ നോക്ക്. ഇന്ന് ഇത്രയേ ഉള്ളൂ കഥ, ഇനി വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഏറ്റവും ലാസ്റ്റ് ഇഷാൻ്റെ പിടിക്കുമ്പോഴേ എൻ്റെ അടുത്ത് വരരുത് പീറ്റർ ചായ എന്നും പറഞ്ഞുകൊണ്ട്. പ്രണയിച്ചോ. ഏറ്റവും ലാസ്റ്റ് വെള്ളത്തിയിട്ട് കാറിട്ട് അടിക്കാണ്ടിരുന്നാൽ മതി. ഞാൻ പോണു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. ഇതാര്? ലൂക്കത്തമ്പുരാനോ? അടിയൻ നോമിൻ്റെ റൂമിലൊക്കെ വരുമോ? എന്താണാവോ അടിയൻ എന്നോട് സംസാരിക്കാനുള്ളത്? സംസാരിക്കാനുള്ള വേറൊന്നുമല്ല. നീയായിട്ട് ഈ വീട്ടിൽ നിന്ന് പോകണം. വെറുതെ എന്നെ കൊണ്ടൊരു ഫോഴ്സ്ഡായിട്ട് നിന്നെ പിടിച്ചിറക്കുന്നൊരു സിറ്റുവേഷൻ എന്നെ കൊണ്ട് വരത്തിക്കരുത്. നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിനക്ക് ഇവിടെ നിന്ന് പോവാൻ ഇനി എന്താ വേണ്ടത്? എൻ്റെ അമ്മ തരാമെന്ന് പറഞ്ഞാൽ അതേ പൈസ ഞാൻ നിനക്ക് തരാം. ഇവിടെ നിന്ന് ഇപ്പം ഈ നിമിഷം ഇറങ്ങി തന്ന. എനിക്ക് നിന്നെ കാണുന്ന ഈ വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. എനിക്കങ്ങോട്ട് പോകാനും പറ്റത്തില്ല. സോ അധികപ്പറ്റി ഇവിടെ നീയാ. അപ്പം നീയാ പോകേണ്ടത്. പോയേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൈസ ഞാൻ നിനക്ക് എത്ര വേണോ തരാം. എൻ്റെ അമ്മ തരാമെന്ന് പറഞ്ഞതിൻ്റെ ഇരട്ടി വേണോ തരാം. പക്ഷെ നീ ഇവിടെ നിന്ന് പോയി തരുമോ? റൈറ്റ്, ശരിയാണ്. പൈസ ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മീ. ബട്ട് ഞാൻ എന്ത് ചെയ്താലും അതിനൊരു അന്തസ്സൂടെ ഉണ്ടല്ലോ ലൂക്ക. നിൻ്റെ അമ്മയ്ക്ക് ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തപ്പോൾ 3 മാസം ഈ വീട്ടിൽ ഞാൻ കറക്റ്റായി കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പോരാഞ്ഞിട്ട് വിശ്വസ്തത എന്ന് പറയുന്നൊരു സാധനം അത് നിനക്കില്ലെങ്കിലും എനിക്കുണ്ട്. കാരണം എൻ്റെ അച്ഛനും അമ്മ എന്നെ അത് പറഞ്ഞാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ പൈസ നീ എത്ര തരാമെന്ന് പറഞ്ഞാലും വിശ്വാസവഞ്ചന ഞാൻ നിൻ്റെ അമ്മയോട് കാണിക്കില്ല. ഓക്കെ? അതുകൊണ്ട് ആ കാര്യത്തിന് ചുക്കാൻ പിടിച്ചോണ്ടോ കൊടിയും പൊക്കിക്കൊണ്ടും നീ എൻ്റെ അടുത്തോട്ട് വരണമെന്നില്ല. മനസ്സിലായോ? ഐ കാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാവും. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ
നിന്നോട് വന്നിങ്ങനെ പറയാൻ തോന്നി. നിന്നോടുള്ള എൻ്റെ ഒരു ഫീലിങ്സിന് എവിടേക്കോ ചെറിയ താളം തെറ്റിയപ്പോൾ ഇങ്ങനെ വന്ന് എനിക്ക് പറയാൻ തോന്നി. സോ വന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഒക്കുന്നില്ലെങ്കിൽ നീ കൊണ്ട് തന്നെ അറിഞ്ഞോടാ കാശി. ഓക്കെ, എന്നാൽ ശരി, കളത്തിക്കാണാം. ഇവ എന്തായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകുന്നത്? എങ്ങനെയാണ് ഞാൻ ഇവനെ എതിർക്കുന്നത്? ഒരു സൈഡിൽ എനിക്ക് ഇവനോടുള്ള പ്രണയം, മറ്റൊരു സൈഡിൽ അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്, വേറൊരു സൈഡിൽ അവൻ്റെ ശത്രുത കാണുമ്പോൾ തിരിച്ചു തോന്നുന്ന ദേഷ്യം. എവിടെ ജയിക്കും ഞാൻ? അല്ലടാ ലൂയിസേ, നീ രണ്ടും കളിപ്പിച്ചതിനാണോ? ആ പിന്നെ അല്ലാണ്ട് ലൂക്ക അത് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് അത് സംസാരിച്ചില്ല എന്നുള്ളത് ശരിയാ. പക്ഷേ എനിക്കെന്തോ അത് നന്നായിട്ടാ തോന്നുന്നത്. പോരാണ്ട് ആ ജഗൻ അങ്ങനെ പ്രേമിക്കുന്ന അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ജന്മം അത് ഇലയ്ക്ക് മുള്ളിലും അടുക്കുന്നില്ല. ഞാൻ കുറച്ച് പാടുപെടേണ്ടി വരും, അതുറപ്പാ. ശരിയാ, ഈ ശ്യാമ ചെയ്തതൊക്കെ തെറ്റാ. എന്നാലും ഒരാളെ വേദനിപ്പിച്ചോണ്ട് അത് വേണോ? അത് ശരിയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. എന്ത് ശരിയല്ലെന്ന്? ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി 2-3 പേര് കരഞ്ഞെന്നും പറഞ്ഞൊന്നും പറ്റാനൊന്നും പോകുന്നില്ല. ലിയോ, വെറുതെ വേദനയല്ലേ മനുഷ്യനെ മൂടുകളാനായിട്ട്. ഞാൻ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടായിരിക്കുന്നത്. നീ മിണ്ടായിരിക്കാൻ നോക്കൂ, വഴി മുടക്കാതെ. ഇല്ലടാ, എനിക്കെന്തോ അത് ശരിയല്ലെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അതെ, ഇങ്ങനെ വെറുതെ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കുമ്പോൾ നിനക്ക് പലതും തോന്നും. നീ ചിന്തിക്കാതിരിക്കുന്നേ നല്ലത് കേട്ടോ. ഏതായാലും ഞാൻ ചിന്തിക്കുന്നത് ശരിയെന്നാ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം എന്തായാലും ഞാൻ ചെയ്യാൻ പോവാം. ഇതാരാ ഈ നേരത്ത്? ഹലോ, എന്താണ്? ഏട്ടനെ കൂടെ സംസാര വിഷയം ലൂക്കയെ കുറിച്ചായിരിക്കും അല്ലേ? ആ എടീ നിന്റെ നീ വന്നോ? നിങ്ങളിപ്പോൾ വിളിച്ചിട്ടൊരു 10 മിനിറ്റ് അല്ലേ ആവുള്ളൂ, അതിനിടയ്ക്ക് ഇങ്ങെത്തിയാ? അല്ല, അവളെവിടെ അന്ന? ഞാൻ ഇവിടെ ഉണ്ട്. ഒരു മാറ്റമില്ലല്ലോടാ. അതേ ദേഷ്യം, അതേ അഹങ്കാരം, അതേ തെമ്മാടിത്തരം. അതൊന്നും മാറ്റാൻ വേണ്ടിയല്ലല്ലോ കുഞ്ഞുമോളെ അവൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ കുടുംബം തകരാതെ നിൽക്കുന്നു. അല്ല, എല്ലാരും വന്നത് സ്റ്റേ ആണോ അതോ ഇപ്പൊ എല്ലാം വാരിക്കെട്ടി പോവോ? ആ ഓവേ, അനിയനെ ന്യായീകരിക്കാനായിട്ട് ഏട്ടന്മാരുടെ വെപ്രാളം കണ്ടില്ലേ? ഇല്ലേ ചേല, ഞാനിപ്പോ പോവും. എവളോടെ കാണാം, എവളോടെ നിക്കാൻ വേണ്ടിട്ടാ വാരിക്കെട്ടി ഇതാ വന്നെ. ഇതോ പേക്കുണ്ട്, പിന്നെ പോരാനിട്ട് അവനുണ്ട്, അർജുനുണ്ട്. അർജുനോ? നീ എന്താ മനുഷ്യനെ പൊട്ടനാക്കുവാണോ? മനഃപൂർവ്വമാണ് നീ അവനെ വിളിച്ചോണ്ട് പോട്ട് വന്നേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വരുമ്പോൾ അവനെ കൂട്ടരുതെന്ന്. നിനക്കിത് എന്തിട്ട് കേടാ വന്നെ? ഇനി അല്ലെങ്കിൽ ഈ വീട്ടിനകത്ത് മുഴുവൻ പ്രോബ്ലംസാ. ഇനി അവനെ കൂടെ ഫേസ് ചെയ്യണോ ഞാൻ? നീ ഇങ്ങനെ ചോദിക്കത്തുള്ളൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇങ്ങനെ പറയത്തുള്ളൂന്ന് എനിക്കറിയാം. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം. അവൻ എന്ത് തെറ്റാ ചെയ്തേ? അവന്റെ അമ്മ നിന്റെ പപ്പേനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നും പറഞ്ഞോണ്ട് അവൻ വല്ല തെറ്റും ചെയ്താ? നീ തന്നെ പറ. അവന്റെ അമ്മ വന്നിട്ട് അവനെ പട്ടിയെ പോലെ വിളിച്ചിട്ടുണ്ട് നിന്റെ പപ്പയുടെയും അവന്റെ അമ്മയുടെയും കൂടെ പുതിയ വീട്ടിൽ പോയി താമസിക്കാനായിട്ട്. എന്നിട്ട് അവൻ പോയില്ലല്ലോ. കാരണം എന്താ? അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഫ്രണ്ട്ഷിപ്പ് വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ കിടന്ന് താമസിക്കുമ്പോ നിനക്കന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ലൂക്ക. ഒന്ന് അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. അവൻ പോലും അറിഞ്ഞില്ല കല്യാണം ഉറപ്പിച്ചതോ കല്യാണം നടന്നു പോകുന്നു. പിന്നെ അവൻ എന്ത് തെറ്റിയിരുന്നാ നീ പറയുന്നത്? പ്ലീസ്, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല അവനിങ്ങനെ വെറുതെ അവോയ്ഡ് ചെയ്യരുത്. ഏതായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. സിൻഡയുടെ കൂടെ കുറച്ച് ദിവസം അവനും കൂടെ കാണും. ഞാൻ എൻ്റെ സ്ഥലത്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കാത്ത, അല്ലെങ്കിൽ ഞാൻ നിന്നേനെ. എന്തൊക്കെ ഇഷ്യൂസ് ആണ്, നീ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞോണ്ടോ ഒറ്റയ്ക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ 2 ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്. ദൈവത്തെ ഓർത്ത് അവനെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത് പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. അവ അറിഞ്ഞുകൊണ്ടല്ല, അവനല്ല നിന്റെ പപ്പയ്ക്ക് അവന്റെ അമ്മയെ കെട്ടിച്ചു കൊടുത്തത്. അത് നീ ആദ്യം ആലോചിക്കണം കേട്ടോ. ഓ എൻ്റെ പൊന്നന്ന, ഞാൻ പറയുന്ന കേക്ക്. അങ്ങനെയല്ല എടി, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കഴിവൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ അമ്മ വരുമ്പോൾ അവനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. പപ്പ കല്യാണം കഴിച്ച ഒരാളുടെ മോൻ ഇവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? മമ്മയുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് അത് ശരിയാവത്തില്ല. ഓ, അപ്പൊ അതോർത്താണോ എന്റെ പൊന്നാരമ്മന്റെ സങ്കടം? അതോർത്താണെങ്കിൽ മോൻ സങ്കടണ്ട. ആന്റിയോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാ അവനെയും കൊണ്ട് വന്നത്. ആന്റിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി.
ആന്റിയോട് ഞാൻ പറഞ്ഞു അർജുനോട് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ ആന്റി ചോദിച്ചു അതിനെന്താ, അവന്റെ അമ്മ ചെയ്ത തെറ്റിന് അവനൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നിന്നെക്കാളും ബുദ്ധി ആന്റിക്കുണ്ട്. അതുകൊണ്ട് ആന്റിയെ പിടിച്ച് നീ കറക്കാൻ നോക്കണ്ട. ആ പ്രശ്നം അവിടെ സോൾവ് ആയി. പിന്നെ അവൻ വരുമ്പോ ഇങ്ങനെ അവനെ കുറിച്ച് വളവള സംസാരിച്ചുകൊണ്ട് നിൽക്കണ്ട. അവനത് കേട്ട സങ്കടമാവും. പിന്നെ അവൻ ഇവിടെ നിന്ന് കൂടെ പിണങ്ങിപ്പോ. അല്ലെങ്കിൽ അവൻ ആകെ തകർന്നായിരിക്കുന്നത്. നീയും കൂടി ഇനി ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എന്ത് കാണിക്കുന്ന കാര്യാ നിങ്ങൾ പറയുന്നത്? എന്നെ കുറിച്ചാണോ ചർച്ചാ വിഷയം? എന്താ ലൂക്കയ്ക്ക് എന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോ? നിർത്താൻ പറ്റില്ലെന്നാണോ പറയുന്നത്? എന്നാ ഫൈൻ, ഞാൻ പോവാട്ടോ. അതൊന്നും അല്ലടാ, അവര് വേറെ കാര്യം പറഞ്ഞതാ. എന്നാ ഞാൻ ഇറങ്ങാം, എനിക്കിപ്പൊ തന്നെ പോണം. എനിക്കിന്ന് വൈകിട്ട് 5 മണിക്കാ ഫ്ലൈറ്റ്. ഇനിയും താമസിച്ച ഒരു വക പാക്ക് പോലും ചെയ്തില്ല. എന്നാ ഞാൻ ഇറങ്ങുവാണേടാ ലൂക്ക. ശരിന്നാ, വഴക്കോടിയൊന്നും ഉണ്ടാക്കിയേക്കില്ലേ ആരും? ഇല്ലടി, എന്ത് വഴക്ക്? നീ പോയിട്ടാ, സമാധാനമായിട്ട് പോയിട്ടെ. അർജുൻ, എന്താടാ എനിക്ക് നിന്നോട് പ്രോബ്ലം? നീയല്ല എൻ്റെ 1 and only ബെസ്റ്റ് ഫ്രണ്ട്.